സ്ത്രീകളും കുട്ടികളും ഉപയോഗിക്കുന്ന പാഡുകൾ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നിങ്ങൾ പുരുഷന്മാരാണ് എന്ന് കരുതിയിട്ട്, ഇപ്പോൾ വീഡിയോ കാണുന്ന പുരുഷന്മാർ ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതിയിട്ട് ഷെയർ ചെയ്യാതിരിക്കരുത്. നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് ഇത് ജനങ്ങളിൽ എല്ലാവരിലും എത്തിക്കണം. ഇന്ത്യയിലെ നിലവിലുള്ള എല്ലാ പാഡുകളും 2 മണിക്കൂർ കൂടുമ്പോൾ മാറണം എന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികൾ 7 മണിക്ക് രാവിലെ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് കരുതുക, വൈകിട്ട് 6 മണിക്ക് തിരികെ വരികയാണെന്ന് വിചാരിക്കുക. അതുവരെ അവർ ആ പാഡ് മാറാറില്ല. സ്ത്രീകളാണെങ്കിലും ഓവർഫ്ലോ ഇല്ല, കുറച്ച് ബ്ലീഡിങ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ ഒരു പാഡ് വെക്കും. ശരിക്കും ഇത് എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിലുള്ള ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ഇത് എത്രമാത്രം പറഞ്ഞാലും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ കരുതുന്നു. കാരണം പത്രങ്ങളിലും വീഡിയോകളിലുമൊക്കെ ആയിട്ട് ഒരുപാട് വന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ പാഡുകൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരേ ഒരു ലാബിലാണ്. ആ ലാബിൻ്റെ പേര് ടെസ്റ്റെക്സ് എന്നാണ്. അവിടെ 100% ഓക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു പാഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതാ നിലവിൽ ഇങ്ങനെയൊരു പാഡ്, 100% ഓക്കെ ആയിട്ടുള്ളൊരു പാഡ് ഇത് മാത്രമാണ് കെയർ ആൻഡ് സേഫ്. അപ്പോൾ ഞാനിതൊരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി പറയുകയാണെന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിക്കാം നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാഡുകൾ എത്രത്തോളം അപകടകരമാണെന്നും ഇത് എത്രത്തോളം സേഫ് ആണെന്നും ഉള്ളത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അപകടം. ഈ ഒരൊറ്റ പാഡ് കൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. തെളിവ് നമ്മുടെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞു തരാം. രണ്ടാമതൊരു കാര്യം, പീരീഡ്സ് സംബന്ധമായി വരുന്ന വേദനകൾ, ആ വേദനകൾക്കെല്ലാം മാറ്റം വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. വേദനകൾ പൂർണ്ണമായിട്ട് മാറും. അത് എത്ര നാൾ ഉപയോഗിക്കുമ്പോഴാണ് മാറുന്നതെന്നുള്ളതും ഞാനൊന്ന് പറഞ്ഞുതരാം. മൂന്നാമത്തെ കാര്യം, ഒരുപാട് പേരുടെ ഹോർമോൺ പ്രശ്നമാണ് PCOD എന്ന് പറയുന്നത്. ആ PCODക്ക് പരിഹാരം കണ്ടെത്തും ഈ ഒരു പാഡ്. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. ഇന്ത്യയിലെ മറ്റ് പാഡുകളെ അപേക്ഷിച്ച് കെയർ ആൻഡ് സേഫ് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണെന്ന് പറയുന്നത്. അതായത് 10 ടെക്നോളജി ഇതിനകത്ത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് ടെക്നോളജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T-പോളിഫിനോൾ. ഇത് പവർഫുൾ ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് യൂട്രസിന് സംരക്ഷണം ലഭിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലീഡിങ് സമയത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അത് കാരണത്താൽ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാറുകയും ചെയ്യും. രണ്ടാമത്തെ ടെക്നോളജിയായ ഗ്രാഫീൻ എങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്നതാണ് ഗ്രാഫീൻ. അതുപോലെ തന്നെ നമുക്ക് ഈ വേദന വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് വേദന സംഹാരി ഹോർമോൺ ഉണ്ട്. നമ്മുടെ ബോഡിയിലെ സ്വാഭാവികമായിട്ടുള്ള വേദന സംഹാരി ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. അതാണ് ഏറ്റവും പ്രധാന ഘടകം. അത് കാരണമായിട്ട് 70% മുതൽ 90% വരെയുള്ള വേദനകൾ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇനി മൂന്നാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിയോൺ. നമ്മുടെ ബോഡിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ ഈ ആനിയോൺ ടെക്നോളജി സഹായിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണിന്റെ തകരാറ്, അതായത് PCOD പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ അത് സഹായിക്കും. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% ലാബ് ടെസ്റ്റിൽ റിസൾട്ട് വന്ന ഏത് ബ്രാൻഡ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ആ ലാബ് റിസൾട്ടൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് കെയർ ആൻഡ് സേഫിൻ്റെ പാഡാണ്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതായത് കെയർ ആൻഡ് സേഫിൻ്റെ ഏറ്റവും ചെറിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള പാഡ്. അതായത് ഇത് 280 mm ഉള്ളതാണ് ഈ കാണുന്നത്. നോർമൽ ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇത് കെയർ ആൻഡ് സേഫിൻ്റെ പാഡാണ്. അതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പാഡാണ്. അപ്പോൾ നമുക്കിതിൽ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. സാധാരണയായിട്ട് ഒരു സ്ത്രീക്ക് ഒരു മാസത്തിൽ 7 ദിവസം കൊണ്ട് പോകുന്നത് 50 ml to 80 ml വരെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പെരിമെൻറ്റ് നടക്കുന്നത് 60 ml എടുത്തിട്ടാണ്. ഇത് 300 ml വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 60 ml എടുക്കുകയാണ്. ഇത് 60 ml ആണ്. ഈ 60 ml ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ അത് അബ്സോർബായി പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ഇതെല്ലാം അബ്സോർബായി പോയി. ഇതിന് 20 സെക്കൻഡ് സമയം കൊണ്ടിട്ടാണ് ഇത് അബ്സോർബായി പോകുന്നത്. അത് നിങ്ങൾ നേരിൽ കണ്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ ഇതിൽ എത്ര മാത്രം പ്രസ് ചെയ്തിട്ട് കയ്യിലെടുത്താലും വെള്ളത്തിൻ്റെ നനവിനി കാണത്തില്ല. ഇനി നമ്മൾ നോർമലായിട്ടുള്ളതിൽ ഇതേപോലെ ഈ 60 ml ഒഴിക്കാൻ ശ്രമിക്കുകയാണ്. 60 ml എടുത്തു. ഇതാ ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. വളരെ സാവധാനം ഒഴിക്കാം. നമുക്ക് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്സോർബായി പോകുന്നില്ല, പുറത്തേക്ക് ലീക്ക് ആവുന്നുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് ടൈം കൊടുക്കാം അതൊന്ന് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് പ്രസ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ? ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 കൈ വെച്ച് ഞാൻ കാണിച്ചു. ഈ കൈ ഞാനൊന്ന് തുടച്ചിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ 2 പാഡിലും വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഞാൻ ഇതിൽ പ്രസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു. ഞാൻ 2ലും ഒരുമിച്ചൊന്ന് പ്രസ് ചെയ്യാൻ പോവാണ്.
ഇതിലെ വെള്ളം പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഇതിലെ അവസ്ഥ. ഇനി ഇത് മാക്സിമം ഞാൻ പ്രസ് ചെയ്യുകയാണ്. എൻ്റെ മാക്സിമം പ്രസ് ചെയ്യുന്നുണ്ട്, വരുന്നില്ല. ഇതിൽ വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതാണ് ഡിഫറൻസ്. നിങ്ങൾ ഒരു തവണ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് കോട്ടൺ ആണോ എന്നുള്ളത് 100% കോട്ടൺ. നിലവിൽ 100% കോട്ടൺ എന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിട്ടുണ്ട് എല്ലാവരും. പക്ഷെ നമ്മൾ ഇതൊന്ന് പ്രൂവ് ചെയ്ത് തരാം ഉണ്ടോ എന്നുള്ളത്. നമുക്കിത് ആദ്യം ഇവിടെ നിന്ന് നമുക്കിത് ഇളക്കി മാറ്റാം. നമുക്ക് 100% കോട്ടൺ ആണോ എന്നൊന്ന് നോക്കാം. ഈസി ആയിട്ട് കീറിയെടുക്കാൻ പറ്റും. ഇതെല്ലാം മണ്ണിൽ അലിഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഇത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, അടുത്ത ലെയർ ഞാൻ കാണിച്ചു തരാം. ഓരോ ലെയറും നമുക്ക് കീറി മാറ്റാൻ പറ്റുന്ന ലെയറുകളാണ്. ഇതെല്ലാം കീറിപ്പോകുന്ന മെറ്റീരിയൽ, അതായത് മണ്ണിൽ അലിഞ്ഞു പോകുന്ന മെറ്റീരിയലാണ്. ഇതാണ്ട് അടുത്തതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും വളരെ ഈസി ആയിട്ട് കീറിപ്പോകുന്ന മെറ്റീരിയലാണ്. ഇനി ഇതിനകത്തുള്ളത് ദാണ്ട് ഈ ജെല്ലുണ്ടല്ലോ, കൂളിംഗ് എഫക്റ്റ് തരുന്ന ഈ ഒരു ജെല്ല് കുഴച്ച് ദാണ്ട് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് 60 ml വെള്ളം ഒഴിച്ച ഈ ഒരു ജെല്ല് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ അബ്സോർബിങ് കപ്പാസിറ്റി നിങ്ങളെ കാണിച്ചു തരാനാണ്. 20 സെക്കൻഡ് കൊണ്ട് ഇത് അബ്സോർബ് ആവുന്ന കാണിച്ചു തരാം. ഇത്രയും വെള്ളത്തിലെ അതവിടെ സെറ്റ് ആയിക്കോട്ടെ. ഇനി അടുത്ത ഇതിൻ്റെ പേപ്പറുകൾ കാണിച്ചു തരാം. അടുത്ത ലെയർ അതും പേപ്പറാണ്, കണ്ടോ, ഇതും പേപ്പറാണ്. ഇതെല്ലാം പേപ്പറാണ്. അടുത്താണ്ട് ഈ ഒരു ഇതിനകത്ത് ലാസ്റ്റ് ലെയർ ഇത് കണ്ടോ, ഇത് പേപ്പറാണ്. ഇതിൻ്റെ ലാസ്റ്റ് ലെയർ ഇത് കണ്ടോ, ഇതും പേപ്പറാണ്. ഇനി നമുക്ക് നമ്മുടെ നിലവിലുള്ള പാഡൊന്ന് പൊളിച്ചു നോക്കാം. ഇതിപ്പോൾ പാടാണ്. തുടക്കത്തിലെ ഇത് കണ്ടോ, ഇതിനകത്ത് പേപ്പർ, ടിഷ്യൂ പേപ്പർ പോലൊരു കണ്ടൻറ്റാണ് വെച്ചിരിക്കുന്നത്. അത് ഒന്നാമത് വെള്ളം ഒഴിച്ചപ്പോഴത്തേന് 60 ml ഒഴിച്ചപ്പോഴത്തേന് ആകെ കുഴഞ്ഞു പറഞ്ഞു. ഇത് എന്ത് കണ്ടൻറ്റാണ്, ഇതെന്ത് ടൈപ്പ് മെറ്റീരിയലാണെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ തന്നെ ഇതൊരു ടിഷ്യൂ പേപ്പർ പോലൊരു ഐറ്റമാണിത്. അത് ടിഷ്യൂ പേപ്പറോ പഞ്ഞിയോ എന്തുവാണെന്ന് അറിയില്ല, അങ്ങനെ ഒരു മെറ്റീരിയൽ. ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ആ വെള്ളം ഞാനൊന്ന് കാണിച്ചു തരാം. അതുപോലെ അതിനകത്ത് തന്നെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ടിഷ്യൂവോ പഞ്ഞിയോ എന്തോ ഒരു ഐറ്റം ഇത് അതുപോലെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഐറ്റം കാണിച്ചു തരാം. ഇത് പക്ക പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് ഈ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ്. ഇത് കണ്ടോ, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഈ കാണുന്നത്. അപ്പോൾ 100% കോട്ടൺ എന്ന് പറയുന്ന പലതും കോട്ടൺ അല്ല എന്ന് കാണിക്കുകയാണ്. ഇനി നമ്മൾ 60 ml ഒഴിച്ച ആ ജെല്ലുണ്ടല്ലോ, ആ ജെല്ല് ബാക്കി 300 ml വെള്ളത്തിൽ വെച്ചിട്ട് ഞാനിന്ന് കമത്തി കാണിച്ചു തരാം. ഇത് അത്രയും അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ട്. ഒരിക്കലും ഇത് 20 സെക്കൻഡ് കൊണ്ട് ഇത് അബ്സോർബ് ആകും, ഒരു കുഴപ്പവും വരില്ല. അത് നിങ്ങളെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്തത്. ഇതാണ് കെയർ ആൻഡ് സേഫിൻ്റെ 5 മാസത്തേക്കുള്ള ഒരു പാക്കറ്റ്. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പാഡെന്ന് പറയുന്നത് 9 ലെയറാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇത് വീണ്ടും ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനകത്ത് 3 കളറുകളിലായിട്ടാണ് വരുന്നത്. ഒന്ന് ബ്ലൂ,